പലതരം വിധത്തിലും തരത്തിലുള്ള പച്ചടികളും കറികളുടെ ഒരു ബഹളമാണ്. അതിനിടയ്ക്ക് നമുക്ക് നല്ല കിടിലം കിടുക്കച്ച ഒരു പച്ചടി തയ്യാറാക്കാം. ഇതാണ് നമ്മുടെ ആപ്പിൾ പച്ചടി. ആപ്പിൾ പച്ചടി വിചാരിച്ച പോലെ അല്ല കേട്ടോ, ഭയങ്കര രസമാണ്. നമുക്കറിയാലോ ആപ്പിളിൻ്റെ ആ ഒരു ചെറിയൊരു മധുരവും പിന്നെ അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ്സും. ആപ്പിൾ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും എന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഈ വെള്ളരിക്ക പച്ചടിയും ബീട്രൂട്ട് പച്ചടിയും പൈനാപ്പിൾ പച്ചടി എന്ന് പറയുമ്പോൾ ചെറിയ മധുരമുള്ള ഒരു പച്ചടിയാണ്. അതുപോലെ തന്നെ ചെറിയൊരു മധുരമുള്ള പച്ചടിയാണ് നമ്മുടെ ആപ്പിൾ പച്ചടി. അതിനായിട്ട് ആപ്പിൾ ചെറുതായി കട്ട് ചെയ്ത് ആദ്യം തോല് കളഞ്ഞ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട, ആപ്പിൾ പെട്ടെന്ന് വെന്ത് കിട്ടും, ഒത്തിരി സമയമൊന്നും എടുക്കില്ല. ആപ്പിളൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക. വേവിച്ച് ഈ വെള്ളം ഒന്ന് വറ്റി കിട്ടണം. ആപ്പിൾ ഒരുപാട് വെന്ത് കുഴഞ്ഞൊന്നും പോരുത്, ഈ ഒരു പാകത്തിന് വേണം കിട്ടേണ്ടത്. അതായത് നല്ല പഞ്ഞി പോലെ വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് പ്രസ് ചെയ്താൽ ഉടഞ്ഞു പോകും, ആ ഒരു ടൈപ്പിനാണ് ഇതിപ്പോൾ വെന്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് ഈ വെള്ളമൊന്നും ഇല്ലാത്ത ഈ ആപ്പിൾ മാത്രമായിട്ട് ഇങ്ങനെ എടുക്കാം. ഇനി വേണ്ടെന്താണെന്നറിയോ, തേങ്ങ, പച്ചമുളക്, അതിലേക്ക് പിന്നെ ചേർക്കുന്നത് ഒരു 1/4 സ്പൂൺ കടുക്. ഇനി അതിലേക്ക് നമുക്ക് ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ആ ഇഞ്ചിയുടെ ചെറിയൊരു ഫ്ലേവർ വരുമ്പോഴേ നല്ല രസമാണ്. അതിലോട്ട് നമുക്ക് നല്ല കട്ട തൈര് കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഓക്കെ, അരച്ച് കഴിഞ്ഞിട്ടാണ് ഇനി ബാക്കി പണിയൊക്കെ ചെയ്യുന്നത്. ഇനി വലിയ പണിയൊന്നുമില്ല. ഈ അരച്ചതിനെ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ, ആപ്പിളിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു കുഞ്ഞു മധുരമുള്ള ആപ്പിളാണ്. ആ ആപ്പിളിലോട്ടാണ് നമ്മുടെ ഈ അരച്ച ചേരുവകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയും പച്ചമുളകും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും കുറച്ച് കടുകും, അത് തൈര് ചേർത്തരച്ചതാണ്. ഇനി അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തൈരും കൂടെ ചേർത്ത് കഴിയുമ്പോൾ മനസ്സിലായാലോ ഇതിൻ്റെ ടേസ്റ്റ് എന്തായിരിക്കും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അത്രയും ടേസ്റ്റിയാണ്. നമ്മൾ ബാക്കിയുള്ള പച്ചടികളൊക്കെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു അതിൽ നിന്നും ഒരുപടി മേലെ ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു ആപ്പിൾ പച്ചടി. അപ്പോൾ ആപ്പിൾ എന്തായാലും ഇനി മേടിക്കുമ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഓണസദ്യയുടെ ഇടയ്ക്ക് ഇതുപോലെ നല്ല രസമായിട്ടുള്ള ഒരു പച്ചടിയും കൂടെ വേണം, നമ്മുടെ ഈ ബാക്കിയുള്ള പച്ചടിയുടെ കൂടെ ഈ ഒരു പച്ചടിയും കൂടെ വേണം എന്ന് നമുക്ക് തോന്നിപ്പോവും. അതുപോലെ നമുക്ക് എളുപ്പം രാവിലെ ലഞ്ച് ബോക്സിന് കൊടുക്കാനായിരുന്നാലും അതുപോലെ നമുക്ക് കഴിക്കാനായിരുന്നാലും പെട്ടെന്നൊരു കറി കുറവാണെങ്കിലും ഒക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് പച്ചക്കറി ഒന്നും വേണ്ട, ഫ്രൂട്ട് ഉണ്ടല്ലോ എന്ന് നമുക്ക് ഉറപ്പായിട്ടും ചിന്തിക്കാം. അതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആ ഒരു ആപ്പിൾ പച്ചടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിക്കുക. ഇത് നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇതിൻ്റെ ഒരു ഫ്ലേവർ എന്തായിരിക്കുമെന്ന്. അപ്പോൾ ഇതിൽ കുറച്ചുകൂടെ ഇതിലൊരു കുഞ്ഞു മധുരമുണ്ട്. നമ്മുടെ പൈനാപ്പിൾ പച്ചടിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടി മധുരം വേണ്ടവർക്ക് ഇതിലോട്ട് ഒരു നുള്ള് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി പഞ്ചസാര വേണ്ട, ഈ ഒരു ഫ്ലേവർ തന്നെ മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം. ഇനി നമുക്കൊരു ചീനച്ചട്ടി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് കടുകിട്ട് കൊടുക്കുക. കടുക് നല്ല പടപടോന്ന് പൊട്ടിത്തെറിച്ച് പൊട്ടിക്കഴിയുമ്പോൾ പൊട്ടുന്നതിന് മുമ്പ് ഇടരുത് കേട്ടോ. ഈ കടുക് ഇങ്ങനെ പൊട്ടാതെ കടിച്ചു കഴിഞ്ഞാൽ വളരെ വൃത്തികേടാണ്. അപ്പോൾ ഈ പൊട്ടിയതിന് ശേഷം മാത്രം അതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക, ചുവന്ന മുളകും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതൊക്കെ പാകത്തിനായി സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്, ഇത് നമ്മുടെ ആ റെഡിയാക്കി വെച്ചിട്ടുള്ള പച്ചടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതും കൂടെ ഒഴിച്ച് കഴിയുമ്പോഴേ അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി ചെയ്യേണ്ടത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക, അതിനുശേഷം കഴിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ.